ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മക്രൂണിയാണ്. മക്രൂണി നല്ല മസാല എല്ലാം ഇട്ടിട്ടുള്ള മക്രൂണിയാണ് ഉണ്ടാക്കുന്നത്. നല്ല സ്കൂൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് ഇതാ 2 പാക്കറ്റ് മക്രൂണി എടുത്തിട്ടുണ്ട്. ചെറിയ പാക്കറ്റ് ആയതുകൊണ്ടാണ് ഞാൻ 2 പാക്കറ്റ് എടുത്തത്. പിന്നെ ചിക്കന് കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇട മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ സമയം കൊണ്ട് മക്രൂണി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് മക്രൂണി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽട്ടായി കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായി മിക്സ് ആയി മൂത്ത് വന്നാൽ അതിലേക്ക് നമുക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യം തുറന്നിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് വേവണം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറി ചേർത്ത് കൊടുക്കാം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാള, ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്. അതെല്ലാം കുറച്ച് വലുപ്പത്തിൽ തന്നെ മുറിച്ചത്, സ്ക്വയറായിട്ട് മുറിച്ചിട്ടതാണ്. അതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചക്കറിക്ക് ഉപ്പ് കുറവാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ ചിക്കന് മാത്രമല്ല ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചില്ലി സോസാണ്, അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മക്രൂണി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മക്രൂണി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അപ്പോൾ പാത്രം ഫുള്ളായിപ്പോയി. അപ്പോൾ മിക്സ് ചെയ്യാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി. കുറച്ച് വലിപ്പമുള്ള പാത്രമാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാലും ഞാൻ മുഴുവനായിട്ട് എല്ലായിടത്തും ആകുന്ന വിധത്തിലെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അന്നേരം ഫ്രഷ് ക്രീം ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 2-3 സ്പൂണാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതിനും നല്ലത്. അത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്തത്. അപ്പോൾ 1 മതി, അത്രയും വേണ്ടു. 2 കൂടി ചേർക്കുന്നുണ്ടല്ലോ, ഫ്രഷ് ക്രീമും കൂടി ചേർക്കുന്നുണ്ട്. 1 ചീസ് ഇട്ടാൽ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചീസും ഫ്രഷ് ക്രീമെല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്.
ഇനി കുറച്ചും കൂടി നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മക്രൂണിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് സ്കൂളിലേക്ക് കൊടുത്തു വിടാനാണ് ഇതുണ്ടാക്കിയത്. ഇപ്പോൾ സാധാരണയുള്ള ദോശയും പുട്ടും പത്തിരി അതൊക്കെ അല്ലാതെ കൊടുക്കുന്നത്. ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ കൊടുത്താൽ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഇതാകുമ്പോൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അവർക്ക് ഇഷ്ടമാണ്, ചീസെല്ലാം ഇടുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ രണ്ടാളെ ലഞ്ച് ബോക്സിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.